ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീല ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ബീട്രൂട്ട് ചിക്കു എന്നിവ കൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ബീട്രൂട്ട് നമുക്കൊന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് നല്ല വിളവായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കത് പറിച്ചെടുക്കാം. ഇതാ കണ്ടോ, നമ്മുടെ ബീട്രൂട്ട് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബീട്രൂട്ട് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത ബീട്രൂട്ട് 2 തൈകളുണ്ട്. അപ്പോൾ അടുത്ത ബീട്രൂട്ട് കൂടി നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ഇതുപോലെ എല്ലാവരും നട്ടുപിടിപ്പിക്കണേ. നമുക്ക് വീട്ടിൽ തന്നെ ബീട്രൂട്ട് പറിച്ചെടുക്കാം. ആദ്യം പറിച്ചതിനേക്കാൾ വലിപ്പമുണ്ട് ഇപ്പോൾ പറിച്ചതിന്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചിക്കു മരത്തിന്മേന്ന് നമുക്ക് ചിക്കു പറിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഇത് നല്ല വലിപ്പമുള്ള ഐറ്റാണ് ചിക്കു. നാടൻ ചിക്കു അല്ല കേട്ടോ. അപ്പം അത്യാവശ്യം വലിപ്പമുള്ള ചിക്കുവാണ്. നല്ല മധുരമുള്ള ഐറ്റാണ്. ജ്യൂസൊക്കെ അടിച്ചാൽ മധുരം ചേർക്കുക തന്നെ വേണ്ട, അത്ര നല്ല മധുരം ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മുടെ ചിക്കുമരം. ചിക്കു നല്ല പോലെ ഉണ്ടാവുന്നുണ്ട്. ഇതാ കണ്ടോ. അപ്പം നമുക്കിന്ന് ഇത്രയും ചിക്കും ബീട്രൂട്ടും കിട്ടി. ഇനി നമുക്ക് ഇതുകൊണ്ട് നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം. ചിക്കു കുല കുത്തി കായ്ക്കാൻ ഉള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ടിപ്സൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പറിച്ചെടുത്ത നമ്മുടെ ബീട്രൂട്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച് അത് വിളവെടുക്കുമ്പോൾ നല്ല സന്തോഷമാണ്. അതൊരു വേറെ പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ട് നന്നായിട്ട് കഴുകിയിട്ട് മണ്ണൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇതാ കണ്ടോ, നല്ല കളറൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിതിൻ്റെ തൊലിയൊന്നും കളയുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാവുമ്പോൾ വിഷമൊന്നും അടിക്കാത്ത നല്ലത് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ചിക്കു പഴുത്തത് കൂടി എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് തണ്ണിമത്തൻ കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് പാല്. അപ്പോൾ നമുക്ക് ബീട്രൂട്ടും ചിക്കു ഇട്ട് കൊടുക്കാം. ഇനി വത്തക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല്. അപ്പം നമ്മുടെ അടിപൊളി ബീട്രൂട്ടും മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ നല്ല അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ്